ഗായ്സ്, നമുക്ക് വേണ്ടി അമ്മൂമ്മ കൊച്ചിക്കാർ ഇതിനെ ചാള എന്ന് പറയും. ചാള ആൾ വന്നിട്ടുണ്ട് ഇവിടെ. ദാ അനീഷിനും ഒക്കെ ഭയങ്കര വിഷമമുള്ള, ഞങ്ങൾക്ക് വരണ്ടാത്തൊരു ദിവസമാണ് ഇന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഡേറ്റ് ഇസ് Jan 9th, തേഴ്സ്ഡേ ആണ്. അപ്പോൾ അനീഷിൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. അവർ പോകാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഈ 3 ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം കൂടി ഒരു വ്ളോഗാക്കി ഇടാൻ ഓർത്തു. നിങ്ങൾക്കും കാണാം, പിന്നീട് ഞങ്ങൾക്കായാലും അതൊരു സന്തോഷമായിട്ടുള്ള ഞങ്ങളെ കുറേ മൊമെൻറ്റ്സൊക്കെ കൂടി ഒരുമിച്ചുള്ളൊരു ചെറിയൊരു വ്ളോഗ് കാണാമല്ലോ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. എനിക്ക് നല്ല കോൾഡ് ആൻഡ് പനി ഒക്കെയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞത്, ഇപ്പോൾ 2ാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം 11:30 ഒക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ അച്ചാർ, ചിക്കൻ അച്ചാർ, മത്തി അച്ചാർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കാണിക്കാം. പിന്നെ ഫ്രൈഡേയും സാറ്റർഡേയും എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ആക്കിയിടാം. ബിക്കോസ് ഒരു ദിവസത്തായിട്ടുള്ള വ്ളോഗ് ഇടാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസത്തെയും കൂടി ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ ഇട്ട് വന്നപ്പോഴേക്കും ദാ അമ്മ മീനും ചിക്കനും ഒക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഐസൊക്കെ വിടാനായിട്ട്. ആ സമയം കൊണ്ട് അമ്മൂമ്മ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള മാങ്ങയൊക്കെ കുനുകുനാന്ന് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദാ അമ്മൂമ്മ അതിലേക്കുള്ള മിക്സൊക്കെ റെഡിയാക്കി മാങ്ങ അതിലേക്കിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പറയാതിരിക്കാൻ വയ്യ ഗായ്സ്, അനീഷിൻ്റെ അമ്മൂമ്മ അടിപൊളി അച്ചാറുകളും അതേപോലെ ചമ്മന്തികളും ഉണ്ടാക്കും. സിമ്പിൾ റെസിപ്പീസാണ്, പക്ഷെ ടേസ്റ്റോ അടിപൊളിയാണ്. ഭയങ്കര ഗൗരവമുഖം പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആൾ ഭയങ്കര പാവ. ദാ നമ്മുടെ സൂപ്പർ ഡിലീഷ്യസ് മാങ്ങ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മൂമ്മയ്ക്ക് അടുത്ത പണിയിലേക്ക് പോകാനായിട്ട്. അമ്മൂമ്മ എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടോ പടേന്നും പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയും. നമ്മുടെ അമ്മൂമ്മ ആദ്യത്തെ അച്ചാർ റെഡിയാക്കി കഴിഞ്ഞു. മാങ്ങ അച്ചാർ. ഇത് പഴുക്കാത്ത മാങ്ങ വെച്ച്, ഇതൊരു ഇച്ചിരി പഴുത്തു പോയതുകൊണ്ട് അമ്മൂമ്മ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഉണ്ടാക്കി. ഈ കളറേ ഉള്ളൂ, അത്ര ഇരുവൊന്നുമില്ല, ആവശ്യത്തിന് ഇരുവുള്ളൂ. ഗായ്സ് നോക്കൂ, അമ്മൂമ്മ അടുത്ത പണിയിൽ കയറി. അടുത്തത് അമ്മൂമ്മ എന്താ ഉണ്ടാക്കുന്നത്? ചമ്മന്തിപ്പൊടി. എന്ത് ചമ്മന്തിപ്പൊടിയാണ്? ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് ചാള അച്ചാറിടാൻ പുരട്ടി വെച്ചിരിക്കുന്നു. അമ്മൂമ്മ ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്, പടീന്ന് ഉണ്ടാക്കുക അല്ലേ അമ്മൂമ്മേ? ഗായ്സ്, ഞാൻ ഇത്തിരി നേരം ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴേക്കും അമ്മ 2 സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു. 2 അല്ല 3. ഇതെന്ത് സാധനമാണ്? തുറക്കൂ. ചിക്കൻ അച്ചാർ. വാവ്, കണ്ടിട്ട് തന്നെ അടിപൊളിയില്ലേ ഗായ്സ്? ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. നോക്കൂ. ടേസ്റ്റ് ചെയ്യാൻ വേറൊരാൾ വന്നിട്ടുണ്ട് ഇവിടെ. ദാ നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ അച്ചാർ റെഡി. ടേസ്റ്റ് ചെയ്യൂ. പറയേ, എന്താണ്? ഇതിപ്പോ തന്നെ തിന്ന് തീർക്കും തോന്നുന്നുണ്ടല്ലോ. ടേസ്റ്റ് ചെയ്ത് പറയ്, സബ്സ്ക്രൈബേഴ്സിനോട് പറയ്. ഓക്കെ, അടുത്തത് നമ്മുടെ തുറക്കൂ ചാള അച്ചാർ. ചില നാട്ടിൽ ഇതിനെ മത്തി എന്ന് പറയും, ഞങ്ങൾ കൊച്ചിക്കാർ ഇതിനെ ചാള എന്ന് പറയും. ചാള അച്ചാർ. ഓ, കണ്ടിട്ട് എന്നെ കൊതിയാവുന്നു. മത്തി അച്ചാറിട്ടത് അല്ലെങ്കിൽ ചാള അച്ചാറിട്ടത്. ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ഇനി വരൂ ടേസ്റ്റർ. ഹൗസ് മത്തി അച്ചാർ? സൂപ്പർ. ഒന്നും പറയല്ലോ. ഗായ്സ്,
ഇന്ന് ഡേറ്റ് Jan 10th ഫ്രൈഡേ ആണ്. അപ്പോൾ ദേ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാണ്. ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങിക്കാം. ആദ്യം നമുക്ക് ചായ കുടിക്കാൻ പോവാം. അതിനുശേഷം നമുക്ക് ഇവിടെ അമ്രാത്തിൽ ഒരു അടിപൊളി ലുലു വന്നിട്ടുണ്ട് പുതിയത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ കാണാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അന്വേഷണം കഴിക്കാനായിട്ട് ഒരു ഫുൾ പാട്ട് നിറയെ അച്ചപ്പം അമ്മയും അമ്മൂമ്മയും കൂടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നേരെ നമുക്ക് ചായ കുടിക്കാൻ പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് അമ്മൂമ്മ പറയൂ? അച്ചപ്പം. മതി 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 നല്ല ഭംഗി കാണാൻ. ഗായ്സ്, ചായക്കടയിലെ തിരക്കണ്ട. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞു അല്ലേ അമ്മൂമ്മേ? ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിതാ പഴംപൊരിയും കട്ടൻ ചായയും. ഞാൻ മാത്രമേ കുടിക്കാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. ഹായ്. ചായ കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. ഇത് പുതിയത് ഇവിടെ അമ്രാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയൊരു മോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടുത്തെ ലുലു ആട്ടോ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് അത്യാവശ്യം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നമ്മൾ നടത്തി ഇറങ്ങി അവിടെ നിന്ന്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാനായിട്ടാണ്. ഡിന്നർ കഴിക്കാൻ നമ്മൾ പോയത് ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ ഈ ഒരു ഡിഷ് പുളിയിഞ്ചി ചിക്കൻ അടിപൊളിയായിരുന്നു ഗൈസ്. അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഞങ്ങളുടെ അമ്മൂമ്മ. ഒന്നും കഴിക്കാറില്ല ഗൈസ്. നോക്കും, അമ്മൂമ്മ അപ്പവും സ്റ്റൂവിനും വെയിറ്റ് ചെയ്യാം. അങ്ങനെ അപ്പം വന്നു, സ്റ്റൂ വന്നു, ചിക്കൻ കറി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് അടിച്ച് കഴിഞ്ഞു. ഹൈലൈറ്റ് ഐറ്റം വന്നു. ഇതാണ് ബാക്ക് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഡെസേർട്ട് ഐറ്റം. ഒന്നും പറയാനായിട്ടില്ല. എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് കഴിക്കാൻ കൊതിയാവുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. സമയം ഇപ്പോൾ 1:15. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? കാണാം. നമ്മൾ 1 മണിക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്യുകയാണ് ഗൈസ്. ഹലോ, ഇന്നപ്പോൾ ഡേറ്റ് January 11th സാറ്റർഡേ ആണ്. ഫൈനലി ആ ദിവസം എത്തി. എനിക്കും അനീഷിനും ഒക്കെ ഭയങ്കര വിഷമമുള്ള, ഞങ്ങൾക്ക് വരണ്ടാത്തൊരു ദിവസമാണ് ഇന്ന്. ബട്ട് ഇറ്റ് ഹാസ് ടു കം. അപ്പം ഇന്ന് അച്ഛനും അമ്മയും അമ്മൂമ്മയും പോവാണ്. 2 മാസത്തെ നല്ല സമയമൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഗുഡ് ബൈ പറയില്ല. അത് ഇവരോടൊന്നല്ല, ആരോടായാലും. ലൈക്ക് വന്ന് നിന്ന് പോയി ബായ് പറഞ്ഞ വിടല് ഐ ആം വെരി ബാഡ് അറ്റ് ഇറ്റ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇന്നലെ പാക്കിങ് കഴിഞ്ഞിരുന്നപ്പോൾ ഒത്തിരി ലേറ്റായി. 3:34 ഒക്കെ ആയി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കിടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ ലേറ്റായി ഉറങ്ങിയത്. അപ്പം ഇനിറ്റപ്പോൾ തന്നെ ലേറ്റായി. അവരൊക്കെ നേരത്തെ ഇനിറ്റു. ഞാനും അനീഷൊക്കെ ഒരു 12:30 1:30 ഒക്കെ ആയി. പിന്നെ ഇനിറ്റ് വന്നപ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ അവർ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനം ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാനത് വേറെ ഈ വീഡിയോൻ്റെ ലാസ്റ്റൊക്കെ ഇട്ട് കാണിക്കാം. അവരെന്തൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നു. ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നറൊക്കെ കഴിച്ചു. ആ ക്ലിപ്പിങ്ങൊക്കെ ഞാൻ ഇതിന് ശേഷം ആഡ് ഓൺ ചെയ്യാട്ടോ. ഇതിപ്പോൾ എല്ലാം പോയി വന്നിട്ടാണ് ഞാൻ എടുക്കണേ. ഇപ്പോൾ 9:30 ആയി. ഒരു 11 ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനിയുള്ള വീഡിയോസ് എത്രയൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കി കാണും. നമ്മളൊരു 6 മണി 6:15 ആയപ്പോഴേക്കും അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ശ്രീ ശരവണാസുണ്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ദോശയാട്ടോ എല്ലാവരും കഴിച്ചത്. നമ്മളിവിടെ വെയിറ്റിംഗ് ആണല്ലേ? എന്തിനമ്മ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ? തിരക്കല്ലേ? അമ്മ എന്താ കഴിക്കാൻ പോണേ?
നല്ല തിരക്കാ ഗൈസ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമ്മൾ പാക്ക് ചെയ്ത പെട്ടിയെല്ലാം നമ്മൾ വെയിറ്റൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. അമ്മയും അമ്മൂമ്മയൊക്കെ അവിടെ ഡ്രസ്സ് ചെയ്യാണ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 12-ാം തീയതി ഞായറാഴ്ചയാണ്. എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി അമ്മയും അമ്മൂമ്മയും കൂടി ഉണ്ടാക്കി വെച്ച് തന്ന ഐറ്റംസ്. കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രം സ്നാക്സ്, പിക്കിൾസ്, കറി, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് അവർ നമുക്ക് വേണ്ടി ചെയ്ത് തന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നായി 1 by 1 കാണിക്കാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യം നമുക്ക് സ്നാക്സിൽ നമുക്ക് വേണ്ടി ഒരു വലിയ ഡബ്ബ നിറയെ അച്ചപ്പം ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾ കഴിച്ചായിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ. അപ്പം നമുക്ക് അച്ചപ്പുണ്ട്. പിന്നെ അതാ നമ്മൾ വീഡിയോ ഇട്ടിരുന്ന അരിയുണ്ട, അമ്മൂമ്മയുടെ സ്പെഷ്യൽ അരിയുണ്ട. അതിന് ഇത് ബാക്കി 2 ബോക്സിലായിട്ടുണ്ട് അരിയുണ്ട. പിന്നെ നമുക്ക് വേണ്ടി അമ്മൂമ്മ ചമ്മന്തിപ്പൊടി, ഇഡ്ഡലിപ്പൊടി ഇല്ലേ, അതുണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീൻ പൊടി അതുണ്ടാക്കിയിട്ടുണ്ട്. അത് അനീഷിന് സ്പെഷ്യലാണ്. എനിക്ക് ഉണക്കച്ചെമ്മീൻ അത്ര ഇഷ്ടമല്ല, പക്ഷെ അനീഷിന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. പിന്നെ പുളിയിഞ്ചി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുളിയിഞ്ചിക്ക് ഒരു കഥയുണ്ട്, അത് ഞാൻ വീഡിയോ റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാം. പുളിയിഞ്ചി ഉണ്ട്. പിന്നെ നമുക്ക് അച്ചാറുകളാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ അച്ചാർ. ചിക്കൻ അച്ചാർ അനീഷിന് അമ്മ ഉണ്ടാക്കിയതാ. ഇത് മീനച്ചാറാണ്. ഇതും മീനച്ചാർ. ഇത് മത്തി, നമ്മുടെ മത്തി അച്ചാർ. പിന്നെ ഇത് മാങ്ങ അച്ചാറാണ്. അമ്മൂമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന അടിപൊളി മാങ്ങ അച്ചാറാണ്. ഇതും മാങ്ങ അച്ചാറാണ്. പോസി. പിന്നെ ഇത് നമ്മുടെ നാരങ്ങ അച്ചാറാണ്. എഗെയിൻ നമുക്ക് അമ്മൂമ്മ ഇട്ട് തന്നതാണ്. പിന്നെ കുറെ കറികളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കൂർക്കയാണ് ഗൈസ്. കൂർക്ക അവർ നന്നാക്കി വേവിച്ച് വെച്ച് തന്നിരിക്കുകയാണ് നമുക്ക് ഉണ്ടാക്കാൻ. അനീഷ് മറ്റേ അച്ചുവിൻ്റെ അമ്മേനെ പോലെ, ഉർവശിയെ പോലെ കൂർക്ക പ്രാന്തനാണ്. എവിടെ കൂർക്ക കണ്ടാലും ഭാര്യ എടുത്തോണ്ട് വരും. പിന്നെ ഇത് അമ്മുമ്മ സ്പെഷ്യൽ ഇഞ്ചി ചമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം വീഡിയോ. പിന്നെ ഇത് ചേമ്പ് കറിയാണ്. ഇതാ വലിയ പാത്രത്തിലുണ്ട്. ചേമ്പ് മോര് ഒഴിച്ചു കൂട്ടാൻ അനീഷിൻ്റെ നാട്ടിലൊക്കെ ഉള്ള ഭയങ്കര സ്പെഷ്യൽ ഡിഷാണ്. അതുണ്ടാക്കി തന്നിട്ടുണ്ട് 2 പാത്രത്തിൽ. പിന്നെ ഇത് അനീഷിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ്. അതുണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ എനിക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊന്നും മാവ് അരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഞാൻ മറ്റേ പാക്കറ്റാണ് വാങ്ങിക്കണേ. പക്ഷെ അവർ അരിയും ഉഴുന്നൊക്കെ വാങ്ങിച്ച് കുതിർത്തി ഇതാ എനിക്കുള്ള ദോശ മാവിനുള്ള മാവ് വരെ അരച്ച് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര അധികം സാധനങ്ങളാണ് നമുക്ക് വേണ്ടി അവരെല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ച് തന്നത്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അവർ ഓർക്കും. അപ്പം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അച്ഛനും ഞങ്ങളുടെ താങ്ക്സ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഔട്ട്രോ എടുക്കുന്നത് അവർ പോയി കഴിഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സിന് ശേഷമാണ്. കാര്യം ഞാൻ വീഡിയോ ഒരു പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവരിപ്പോൾ എത്തിക്കാണും. അവർ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അവർ ഓക്കെയാണ്. അപ്പോൾ
ആക്ച്വലി പറഞ്ഞാൽ ഈ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അമ്മൂമ്മയെ കൊണ്ടുവരണം എന്നുള്ളത്. അനീഷിൻ്റെ പാരൻസ് വന്നിട്ടുണ്ടെങ്കിലും അമ്മൂമ്മ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഒപ്പം ഇവിടെ ഒമാനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അനീഷിന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അനീഷ് മാത്രമല്ല എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മൂമ്മയെ കൊണ്ടുവരണം, നിർത്തണം. കാരണം അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ 78+ ആയിട്ടുണ്ട് അമ്മൂമ്മ ഏജ്. അമ്മൂമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് കൺസേൺസും ഉള്ള ഒരാളാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്കും ടെൻഷനായിരുന്നു, വരാൻ പറ്റുമോ, നമ്മുടെ ഒപ്പം നിൽക്കാൻ പറ്റുമോ. ഞങ്ങൾക്കും വരുമ്പോൾ ഒരു ഇതായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് അമ്മൂമ്മ ടച്ച് വുഡ് ഹെൽത്തി ആയിട്ട് നിന്ന് ഇവിടെ അടിച്ചു പൊളിക്കണം എന്നുള്ളത്. ദൈവം സഹായിച്ചാൽ അങ്ങനെ തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹാസ് ഗ്രാൻഡ് ചിൽഡ്രൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം അമ്മൂമ്മ വരെ സംശയിച്ചിരുന്നതാണ് അമ്മൂമ്മയ്ക്ക് വരാൻ പറ്റുമോ, അങ്ങനെ ഇത്രയും പ്രായമായില്ലേ, ഇനി ഒരു പുറം രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ, ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ അമ്മൂമ്മ വരെ സംശയിച്ചൊരിതിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അമ്മൂമ്മയ്ക്ക് വരാൻ പറ്റിയതും ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറ്റിയതിലും അമ്മൂമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മൂമ്മ ഇവിടുന്ന് പോകുമ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമായിട്ടാണ് അമ്മൂമ്മ പോയിരിക്കുന്നത്. വീണ്ടും വരാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രോമിസ് ഒക്കെ തന്നിട്ട് അമ്മൂമ്മ പോയിരിക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാര്യം നമ്മളെ കുഞ്ഞിലെ നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ നോക്കി വളർത്തി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന് നമ്മളൊരു നിലയിലെത്തി. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്കും ആ ഒരു സന്തോഷം, അവർ നോക്കിയ പോലത്തെ ഉള്ള ഒരു സന്തോഷവും കെയറും ഒക്കെ നമ്മളും തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വിഷമമുണ്ട് തീർച്ചയായിട്ടും, വീട് തന്നെ ആകെ ഭയങ്കര ഉറങ്ങിപ്പോയ പോലെ തോന്നുകയാണ്. അതന്നെ അച്ഛനും അമ്മയും അമ്മൂമ്മയ്ക്ക് ഇല്ലാത്തതിന്റെ ഒരു അനക്കവും ബഹളക്കുറവും ഒക്കെ ഉണ്ട്. രണ്ടാളും ഞങ്ങള് കുറച്ച് അപ്സെറ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ദിസ് ഇസ് ഹൗ ലൈഫ് ഇസ്. അപ്പോ അവര് വീണ്ടും വരുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണു. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ഗൈസ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയത്, ഒരു പ്രാങ്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവായിരുന്നു, കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് തിരക്കായിരുന്നു. അപ്പൊ ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കാം അറ്റ് ദ ഏർലിയസ്റ്റ്. ഇത്ര ലേറ്റ് ആയി പോയാലും നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പൊ നമുക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും അതുവരേക്കും take care, be happy and subscribe to our channel. Do like, share, comment. അപ്പോൾ അത്രയേ ഉള്ളൂ. പോയിട്ട് വരാം. Bye bye.